പഞ്ചാബ് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷം. PCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തുടരുമെന്ന AICC പ്രഖ്യാപനത്തിൽ അമർഷം. മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി നേതൃത്വത്തിൽ യോഗം ചേർന്ന നേതാക്കൾ തർക്കങ്ങൾക്കിടെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി MP സുഖ്വീന്ദർ സിംഗ് രൺധാവ. വിവരങ്ങളുമായി ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, എന്തായാലും ഈ കലഹം രൂക്ഷമാണ് എന്നുള്ളതാണ് ഈ വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. എങ്ങനെയൊക്കെയാണ് നേതാക്കളുടെ നീക്കം ഇപ്പോൾ? സ്വാതി, ഒട്ടും പന്തിയല്ല പഞ്ചാബ് കോൺഗ്രസിലെ കാര്യം. കാരണം കേരളത്തിൽ ഭരണം ലഭിച്ചു, കർണാടകത്തിൽ വലിയ തർക്കങ്ങളില്ലാതെ മുഖ്യമന്ത്രിയെ മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന പഞ്ചാബ് കോൺഗ്രസിൽ, കാരണം അവിടെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പാണ്, അവിടെ സംഘടനാ അഴിച്ചുപണി ഉണ്ടാകുമെന്ന സൂചന കോൺഗ്രസ് നേതൃത്വം തന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനം വന്നത് PCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തുടരട്ടെ എന്നുള്ളതായിരുന്നു. അമരീന്ദർ സിംഗ് രാജ വാറിംഗ് ആണ് PCC അധ്യക്ഷൻ, പ്രതാപ് സിംഗ് ബാജ്വേ ആണ് പ്രതിപക്ഷ നേതാവ്. ഇവർ രണ്ടുപേരും തുടരട്ടെ എന്ന തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയും പകരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചരൺജിത് സിംഗ് ചന്നി, അദ്ദേഹം മുൻ മുഖ്യമന്ത്രി കൂടിയാണ്, അദ്ദേഹത്തെ ക്യാമ്പയിൻ കമ്മിറ്റി അധ്യക്ഷനാക്കി നിയമിക്കുകയാണ് ചെയ്തത്. ഇതിൽ കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ ചന്നി ക്യാമ്പയിനുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നേതാക്കൾ ഇന്ന് പ്രത്യേക യോഗം ചേർന്നത്. MLA മാർ, മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ചില നേതാക്കളെങ്കിലും പരസ്യമായി രാജാ വാറിങ്ങിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. കാരണം അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. രാജാ വാറിങ്ങിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന തുറന്നു പറച്ചിൽ പോലും പലരുടെയും ഭാഗത്തുണ്ടായി. അത്രമേൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോൾ പഞ്ചാബ് കോൺഗ്രസിൽ. രാജാ വാറിങ് ഏതായാലും രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ രാഹുൽ ബ്രിഗേഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവാണ്. തീർച്ചയായും ഇനി ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. കാരണം പഞ്ചാബിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇതേ സമയത്ത് നോക്കുകയാണെങ്കിൽ തുടർഭരണം ഉണ്ടാകുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിനെ മാറ്റുകയും പിന്നീട് ചരൺജിത് സിംഗ് ചന്നിയെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ അവിടെ ആം ആദ്മി പാർട്ടി ആദ്യമായി അധികാരം പിടിക്കുന്നതാണ് കണ്ടത്. ഇത്തവണ കോൺഗ്രസ് ആകട്ടെ പഞ്ചാബ് പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ആ സമയത്താണ് ഏതായാലും ആഭ്യന്തര കലഹം പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നു. ഇനി ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാട് തീർച്ചയായും നിർണായകമാകും. ഇത് കേവലം ചരൺജിത് സിംഗ് ചന്നിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. പഞ്ചാബിൽ നിന്നുള്ള MP ആണ് മനീഷ് തിവാരിയും നിലവിലെ കമ്മിറ്റികളിലൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിനും വലിയ അമർഷം ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ വിഷയത്തെ ഇനി ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാതി. ശരി രാകേഷ്.